നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. താൻ ക്യാൻസർ ബാധിതയാണെന്ന വിവരം പങ്കുവച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിടുകയായിരുന്നു. നിലവിൽ ചികിത്സയുടെ ഭാഗമായി കഠിനമായ കീമോതെറാപ്പി ഘട്ടങ്ങളിലൂടെയാണ് രേണു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4ാം സ്റ്റേജ് ക്യാൻസറിനോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധി. ബിഗ് ബോസ് താരങ്ങളായ അനുമോളും ആദില നൂറയും അടക്കമുള്ള പല താരങ്ങളും രേണുവിനെ വീട്ടിലെത്തി കാണുകയും ചെയ്തിരുന്നു. ലക്ഷ്മി എന്തുകൊണ്ട് രേണുവിനെ കാണാൻ പോകുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് താൻ നേരിട്ട് കാണാൻ പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും നേരിട്ട് പോയി കാണാതിരിക്കുകയാണ് വേണ്ടതെന്നും ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വരികയെന്ന് പറയാൻ പറ്റില്ലെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട്. അവരുടെ ശരീരം അത്രയ്ക്കും വീക്കായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറയുന്നത്. രേണു ഫയറായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്നും അതിയായി പ്രാർത്ഥിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് അറിയുമ്പോൾ ക്യാൻസർ എന്ന അസുഖം വെച്ച് ആരും കളിക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ രേണുവുമായി സംസാരിച്ചിരുന്നു. എന്താ പോയി കാണാത്തത് എന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. രേണുവിനോട് ഇഷ്ടമുള്ളവർ, ആത്മാർത്ഥമായി ഇഷ്ടമുള്ളവർ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ് നല്ലത്. ചേർത്ത് പിടിക്കണമെങ്കിൽ GPay നമ്പറുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിൽ ഉള്ളവർ വരെ അത്രയും ശ്രദ്ധിച്ച് പരിപാലിക്കേണ്ട അവസ്ഥയാണ്. അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണിത്. ഇത്രയും ഇഷ്ടപ്പെട്ട ആരെങ്കിലും വന്ന് കാണണമെന്ന് അവർക്ക് ഉണ്ടാകും. അവർക്കതൊരു സന്തോഷമായിരിക്കും. പക്ഷെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ചേച്ചിയോട് സംസാരിക്കുകയോ മറ്റോ ആണ് ചെയ്യേണ്ടത്. അണുബാധ ഏത് രീതിയിലാണ് വ്യാപിക്കുക എന്നത് പറയാനാവില്ല. അവരുടെ ശരീരം അത്രയും വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളതെന്നുമായിരുന്നു ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരുമെന്ന് രേണു തന്നെ പറയുന്ന കാര്യമാണ്. ഞാൻ ഫയർ ആണെന്ന് അവർ പറയാറുണ്ട്. അതുപോലെ തന്നെ ഫയറായിട്ട് തന്നെ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. രേണു സുധിയുടെ അസുഖ വിവരം വ്യാജമാണ് എന്ന് പറയുന്നവരോടുള്ള ലക്ഷ്മി നക്ഷത്രയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ക്യാൻസർ പോലുള്ള അസുഖം വെച്ചാണ് ആരും കളിക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ രേണുവിനോട് സംസാരിച്ചിരുന്നു എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ. ക്യാൻസർ രോഗം ബാധിച്ച് രേണു കിടപ്പിലായ ശേഷം കോട്ടയത്തെ സുധിനിലയത്തിൽ രേണുവിനെ കാണാനായി കിച്ചു പോയിരുന്നു. എന്നാൽ അന്ന് രേണു ആശുപത്രിയിലായിരുന്നതിനാൽ കിച്ചുവിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അനിയൻ ഋതുലിനൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച ശേഷം കിച്ചു മടങ്ങിപ്പോരുകയായിരുന്നു ചെയ്തത്. എന്നാൽ താൻ മരിച്ചാൽ പോലും കിച്ചു തന്നെ കാണാൻ വരരുതെന്ന് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞത്. സബ്സ്ക്രിപ്ഷനിൽ രേണു പങ്കുവച്ച വീഡിയോകൾ തന്നെ വിഷമിപ്പിച്ചു എന്ന് കിച്ചു തുറന്നു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു രേണു ഇങ്ങനെ പ്രതികരിച്ച് രംഗത്തെത്തിയത്. സ്ഥാനാർബുദം ബാധിച്ച് കഴിഞ്ഞ 1 മാസമായി ചികിത്സയിലാണ് രേണു. 6 കീമോയും 1 സർജറിയുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ആക്റ്റീവായി വീഡിയോകൾ ചെയ്യുന്നുവെന്നതിനാൽ രേണു സുധിക്ക് അർബുദം ഇല്ലെന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകളും പ്രചരിക്കുന്നുണ്ട്. ഇതിനെതിരെ മരുന്നുകളുടെ പേരും രേണുവിന്റെ അസുഖത്തിന്റെ വിശദമായ വിവരങ്ങളും പങ്കുവച്ചുകൊണ്ട് കുടുംബം എത്തുകയും ചെയ്തിരുന്നു. അസുഖത്തിന്റെയോ മരുന്നുകളുടെയോ വിലയുടെ കാര്യത്തിലോ രേണു പറഞ്ഞതൊന്നും കള്ളമല്ല എന്നായിരുന്നു ബില്ലടക്കം പുറത്തുവിട്ടുകൊണ്ട് സഹോദരി പറഞ്ഞത്. എങ്ങനെയെങ്കിലും രേണുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നത് എന്നും കുടുംബം പറയുന്നുണ്ട്. രേണുവിന്റെ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. രേണുവിന്റെ രോഗം കള്ളമാണെന്ന് പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം അവൾ എടുക്കുന്ന മരുന്നുകളെക്കുറിച്ചും ചില വ്ലോഗേഴ്സ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കാണുകയുണ്ടായി. രേണുവിനെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനാൽ അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത്, അല്ലാതെ വ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒന്നല്ല ഇത്. രേണുവിന്റെ സ്ഥാനാർബുദം HER2 പോസിറ്റീവാണ്. അത് തീവ്രമായി പടരുന്ന ക്യാൻസർ ആണ്. അവയ്ക്ക് എതിരെ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പിയിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഓരോ കീമോയ്ക്കും മുന്നോടിയായി ആ ഇഞ്ചക്ഷൻ കൊടുക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. കാർബോപ്ലാറ്റി എന്ന മെഡിസിനാണ് രേണുവിന് കീമോയായി എടുക്കുന്നത്. അതിനു മുൻപായി ഒരു ആന്റിബോഡി ഇഞ്ചക്ഷനും കൊടുക്കുന്നുണ്ട്. അതിന് 2 ലക്ഷത്തിന് മുകളിലാണ് വില. ഇക്കാര്യമാണ് രേണു നിങ്ങളോട് പറഞ്ഞത്. 6 കീമോയാണ് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ സർജറിയും ചെയ്യണം. 6 കീമോയോടൊപ്പവും നേരത്തെ നിങ്ങളെ കാണിച്ച ഇഞ്ചക്ഷനും എടുക്കണം. പിന്നെ പലരും ഈ ഇഞ്ചക്ഷന് 5000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അത് എവിടെയാണ് അങ്ങനെ കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ വലിയ ഉപകാരമായേനെ. ചില ക്യാൻസർ രോഗികൾ വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡുകൾ ചിലർ പുറത്തുവിടുന്നത് കേട്ടിരുന്നു. അതിൽ ഞങ്ങൾക്കൊന്നും ചികിത്സയ്ക്കൊന്നും മരുന്നുകളുടെ വില ഇത്രയായില്ലല്ലോ എന്നായിരുന്നു പലരും സംസാരിച്ചിരുന്നത് എന്നുമൊക്കെയായിരുന്നു രേണുവിന്റെ സഹോദരി പറയുന്നത്.
അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ക്യാൻസറിന് പല ടൈപ്പുകൾ ഉണ്ട്, പല സ്റ്റേജ് ഉണ്ടെന്നും ട്രീറ്റ്മെന്റുകൾ പല ടൈപ്പാണ് എന്നുമാണ്. HER2 പോസിറ്റീവായ എന്നതുകൊണ്ട് തന്നെ 2 ലക്ഷം വിലയുള്ള ആന്റിബോഡി ഇഞ്ചക്ഷൻ രേണുവിന് നൽകേണ്ടി വരുന്നുണ്ട്. രേണു കള്ളം പറയുന്നതല്ല. എത്ര പേർക്ക് ഇതെല്ലാം മനസ്സിലാകുമെന്ന് എനിക്ക് അറിയില്ല. രേണുവിന് ക്യാൻസർ ആണെന്ന് കെട്ടിച്ചമച്ച കഥയാണെന്നാണ് ചിലരെല്ലാം പറയുന്നത് കേട്ടത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ക്യാൻസർ വന്ന ചികിത്സയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരാരും മറ്റൊരാളുടെ ക്യാൻസർ രോഗിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഓരോ കീമോ കഴിയുമ്പോഴും ശരീരത്തിൽ അസ്വസ്ഥതകൾ പലതാണ്. ഛർദി, ലൂസ് മോഷൻ തുടങ്ങിയ പല വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. രോഗി ആ സമയത്ത് അനുഭവിക്കുന്നത് കണ്ടു നിൽക്കുവാൻ പോലും കഴിയുന്നില്ലാത്ത അവസ്ഥയാണ്. അതിൽ തന്നെ റിക്കവറായി വരുമ്പോൾ അടുത്ത കീമോയ്ക്കുള്ള സമയമാവും. രേണു എന്നും ഇങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവളുടെ കുഞ്ഞ് രേണു തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവളെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ എല്ലാവരും കിടന്ന് ഓടുന്നത്. പറഞ്ഞതൊന്നും കള്ളമല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്നും സഹോദരി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു രേണുവിന്റെ 2ാമത്തെ കീമോ നടന്നത്. തളർച്ച കൂടിയതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാം തന്നെ വിശ്രമത്തിലായി മാറി നിൽക്കുകയാണ് രേണു. അതേസമയം കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം അടിമുടി മാറിയവരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കിച്ചു. അമ്മയ്ക്ക് പിന്നാലെ അച്ഛനെയും നഷ്ടപ്പെട്ടതോടെ ആകെ ഒരു ശൂന്യതയിലായിരുന്നു കുറച്ചു കാലത്തേക്ക് കിച്ചുവിന്റെ ലൈഫ്. പിന്നീട് സുധിയുടെ അമ്മയുടെ അടുത്ത് തണൽ ലഭിച്ചതോടെയാണ് കിച്ചു പഠിക്കുവാനും ഒറ്റപ്പെടലിൽ നിന്നും പുറത്തു വരുവാനും തുടങ്ങിയത്. ഇന്ന് സ്വന്തമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് കിച്ചു. നേരത്തെ തന്റെ പഴയ ജീവിതാനുഭവങ്ങൾ കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. ശാലിനി എന്നാണ് തന്റെ ആദ്യത്തെ അമ്മയുടെ പേര്. തൃശ്ശൂരിലായിരുന്നു എന്റെ ജനനം. കുഞ്ഞിലെ മുതലുള്ള ഓർമ്മ അച്ഛനും അമ്മയും തമ്മിലുള്ള അടിയും വഴക്കുമായിരുന്നു. എന്റെ സ്വന്തം അമ്മ എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ വേറെ ഒരാളുടെ കൂടെ പോയി. പിന്നെയുള്ള ഓർമ്മ അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെയോ പോകാൻ നിൽക്കുന്നതാണ്. കൂട്ടുകാരന്റെ സ്കൂട്ടറായിരുന്നു. ഞാനും വരുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നീ ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞു. സ്കൂട്ടറും എടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോയതാണെന്നാണ് തോന്നുന്നത്. ലോറിയെ ഇടിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഞങ്ങൾ 2 ആളുകൾക്കും ഒന്നും പറ്റിയില്ല. ഞങ്ങൾ ഒരു കടത്തെണ്ണയുടെ മുന്നിൽ പോയിരുന്ന് കരയുകയായിരുന്നു. എനിക്ക് ഒന്നും പറ്റിയില്ല. അച്ഛന്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് ആദ്യത്തെ എന്റെ ഓർമ്മ. എനിക്ക് 2-3 വയസ്സുള്ളപ്പോഴാണ് കൊല്ലത്തേക്ക് വരുന്നത്. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. വീണ എന്നായിരുന്നു അവരുടെ പേര്. ആ സമയത്ത് എനിക്ക് അച്ഛനുമായി കോണ്ടാക്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ അവരുടെ വീട്ടിലായിരുന്നു. അവിടെയും ഇവിടെയും ഒക്കെയായി നിൽക്കുമായിരുന്നു. എന്നെ വേറൊരു രീതിയിലായിരുന്നു അവർ കണ്ടിരുന്നത്. പിന്നീട് അച്ഛൻ വീണയുമായി ഡിവോഴ്സ് ആവുകയായിരുന്നു. ഇപ്പോഴത്തെ അമ്മ രേണു സുധിയെ ആദ്യം കാണുന്നത് വീഡിയോ കോളിലൂടെയാണ്. പിന്നീട് നേരിട്ട് വന്ന് കാണുകയായിരുന്നു. നല്ല കമ്പനിയായിരുന്നു. ആ സമയത്ത് സൂപ്പറായിരുന്നു. ഒരു ദിവസം കല്യാണം കഴിക്കട്ടെ എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു. അച്ഛനെ ഇഷ്ടമാണോ എന്നായിരുന്നു ഞാൻ തിരിച്ചു ചോദിച്ചത്. അച്ഛനും രേണു അമ്മയും ഞാനും ആദ്യം കൊല്ലത്തായിരുന്നു. ചില വഴക്കുകൾ ഉണ്ടായതോടെയാണ് കോട്ടയത്തേക്ക് പോകുന്നത്. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. കോട്ടയത്ത് എത്തിയതോടെ എനിക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിരുന്നു. കുറച്ചു കഴിഞ്ഞതോടെ എല്ലാവരുടെയും സ്വഭാവങ്ങൾ മാറുകയായിരുന്നു. ആ സമയത്ത് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. റൂമിൽ തന്നെ ഗെയിം കളിച്ച് ഇരിപ്പായി. ആരുമായും കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇടയ്ക്ക് വന്ന് ഭക്ഷണം തരും. ഇടയ്ക്ക് ഋതപ്പൻ റൂമിലേക്ക് വരും. അവനെയും മടിയിലിരുത്തി ഗെയിം കളിക്കും. അച്ഛനും എനിക്ക് ഒരേ പ്രശ്നമാണ്, നോ പറയാൻ അറിയില്ല. രേണുവിന്റെ അച്ഛൻ, അമ്മ, ചേച്ചി, അളിയൻ, അവരുടെ മക്കൾ എല്ലാവരുടെയും ചെലവ് നോക്കിയിരുന്നത് അച്ഛൻ ഒരാൾ മാത്രമായിരുന്നു. അച്ഛനല്ലാതെ മറ്റാരും എന്നോട് മിണ്ടാറില്ലായിരുന്നു എന്നുമായിരുന്നു കിച്ചു വെളിപ്പെടുത്തിയത്.